ബിസിനസ്സിൽ ജോലിക്കാരെ ആവശ്യമുണ്ട്, കൂടെ നിൽക്കാൻ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നത് അവരൊരു നമ്മുടെ റിലേറ്റീവ്സ് ആയതുകൊണ്ട് അവർ കമ്മിറ്റഡ് ആയിരിക്കും, നമ്മളോട് കൂട്ടി നിന്നോളും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എടുക്കണേ. ഇത് ഒരു കാരണമാണ് ഈ ബിസിനസ്സിൻ്റെ സക്സഷൻ റേഷ്യോ മറ്റേ സൈഡിലേക്ക് പോകാനായിട്ട്, നെഗറ്റീവ് സൈഡിലേക്ക് പോകാനായിട്ട്. ഫാമിലി ബിസിനസ്സിൽ ഓണേഴ്സിൻ്റെ ബന്ധുക്കളെ ഈ പൊസിഷനിൽ കൊണ്ടുവരുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താ? തീർച്ചയായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഫാമിലി ഓൺ കമ്പനീസും മറ്റേ കമ്പനീസും അതാണ് നമ്മളിങ്ങനെ നമ്മുടെ യാത്ര അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫാമിലി ഓൺ കമ്പനീസിൽ തീർച്ചയായിട്ടും അവരുടെ ബന്ധുക്കളും അവരുടെ ആൾക്കാരെയും അതിലേക്ക് വരിക എന്നുള്ളൊരു നാച്ചുറൽ ടെൻഡൻസിയാണ്. അപ്പോൾ നമുക്കൊരു ഫാമിലിയിൽ ഒരു നല്ലൊരു ബിസിനസ്സുണ്ട്, ആ ബിസിനസ്സിൽ ജോലിക്കാരെ ആവശ്യമുണ്ട്, കൂടെ നിൽക്കാൻ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നത് അവരൊരു നമ്മുടെ റിലേറ്റീവ്സ് ആയതുകൊണ്ട് അവർ കമ്മിറ്റഡ് ആയിരിക്കും, നമ്മളോട് കൂട്ടി നിന്നോളും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എടുക്കണേ. ഇത് ഒരു കാരണമാണ് ഈ ബിസിനസ്സിൻ്റെ സക്സഷൻ റേഷ്യോ മറ്റേ സൈഡിലേക്ക് പോകാനായിട്ട്, നെഗറ്റീവ് സൈഡിലേക്ക് പോകാനായിട്ട്. കാരണം ഇതിൻ്റെ അതൊരു ബേസിക് റൂളുണ്ട്. അതായത് ഒരു കാര്യത്തിലേക്ക് നമ്മളൊരാളെ എടുക്കുമ്പോൾ അയാൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കും. ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള കഴിവും നോളജും എക്സ്പീരിയൻസും ഈ വരുന്ന ആൾക്കുണ്ടോ എന്നുള്ളത് നോക്കണം. പുറത്തുനിന്നൊരു എംപ്ലോയി എടുക്കുമ്പോൾ നമ്മളിതെല്ലാം ശ്രദ്ധിക്കില്ലേ? തീർച്ചയായിട്ടും വന്നോളാൻ പറയില്ലല്ലോ. അതേസമയത്ത് ഇവിടെ സംഭവിക്കുന്നത് ഇന്ന ആൾ പെങ്ങളുടെ മകൻ, അനിയൻ്റെ മകൻ, ചേട്ടൻ്റെ മകൻ, ഭാര്യയുടെ ആങ്ങളുടെ മകൻ, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ജോലിയൊന്നുമില്ല, ഇങ്ങോട്ട് പോരെ. ഈ ഒരു പ്രശ്നം ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് രണ്ട് വശങ്ങളുണ്ട്. ഈ വന്നയാളെ നമുക്ക് വെറുതെ കുറ്റം പറയാൻ പറ്റില്ല. അയാളൊരു പ്രൈം ഏജിൽ ഒരു ബിസിനസ്സിൽ വന്ന് ചേരുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, കാലങ്ങളിങ്ങനെ പോകുന്നു, സാലറി കിട്ടുന്നുണ്ട്, പുള്ളിയാണ് ഇതിൻ്റെ അകത്തൊരു കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് വിശ്വസിക്കുന്നു, ഇതിൻ്റെ അകത്തൊരു പാർട്ടാണെന്ന് വിശ്വസിക്കുന്നു, പുള്ളിക്ക് ഒരു ഫാമിലി ഉണ്ടാവുന്നു, കുട്ടികളുണ്ടാവുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഫീഡിങ് എല്ലാം വരുന്നത്. പിന്നെ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ആരെങ്കിലും കണ്ടുപിടിക്കുകയാണ്, അല്ലെങ്കിൽ വേറൊരു ചേഞ്ച് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കണ്ടുപിടിക്കുകയാണ്, ബട്ട് ഹി വാസ് ഡൂയിങ് വാസ് നോട്ട് കറക്റ്റ്, ഹീസ് നോട്ട് സ്യൂട്ടബിൾ, ഹീസ് നോട്ട് ഫിറ്റ് ഇൻ ടു ദിസ് എന്ന് പറഞ്ഞിട്ട് നമുക്കവരെ പറഞ്ഞു വിടാൻ പറ്റുമോ? അപ്പോഴത്തേക്കും ഡാമേജ് ഓൾറെഡി ഇഷ്ടംപോലെ നടന്നു കാണുമല്ലേ. ഇങ്ങനെയൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ രണ്ടാമത്, ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് ആ റിട്ടേൺ ഉണ്ടോ എന്നുള്ളത് അസസ് ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകൾ വരും. കാരണം ഈ കണക്ഷൻസ് റൂട്ട് ഇങ്ങനെ കിടക്കുകയാണ്. മൂന്നാമത്, അകത്തെ ഇൻഫർമേഷൻസ്. ഒരു ബിസിനസ് ആകുമ്പോൾ 100 പ്രശ്നങ്ങളുണ്ടാവും. ഒരിക്കലും പ്രശ്നമില്ലാണ്ട് ബിസിനസ് ഓടിച്ചുകൊണ്ടുപോകാൻ പറ്റില്ല. 100 ഡിസിഷൻസ് എടുക്കേണ്ടി വരും, 100 കംപ്ലയിൻസ് വരും, കുറച്ചൊരു സാറ്റിസ്ഫൈഡ് ആയിരിക്കും, കുറച്ചൊരു നോട്ട് സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല, അതങ്ങനെ പോയി ഇങ്ങനെ പോയി. ഇതിൻ്റെ അകത്ത് ഈ കോളുകളക്കത്തിലെല്ലാം ഇവർ ഇൻവോൾവ് ആണ്. ഈ ഇൻഫർമേഷൻ മുഴുവൻ അതാത് സ്ഥലങ്ങളിലെത്തി അത് വേണ്ടാത്തയിടത്തേക്ക് പ്രചരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിന് എല്ലാം കൂടെ ചേർന്ന ഒരൊറ്റ വാക്കാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. ആര് ചെയ്താലും ഫസ്റ്റ് ഓഫ് ഓൾ ഉത്തരവാദിത്തങ്ങൾ ഡിഫൈൻ ചെയ്യണം. 2, അവർക്ക് അക്കൗണ്ടബിലിറ്റി വേണം. അത് മസ്റ്റ് ബി ലോയൽ ടു ദി കമ്പനി. ഈ സീക്രട്സോ അവിടുത്തെ ഇൻഫർമേഷനോ പുറത്തു പോകാൻ പാടില്ല. ഇങ്ങനെയുള്ള കുറേ നിയമങ്ങൾ നമ്മളിപ്പോൾ നല്ലൊരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്കറിയാം. നമ്മൾ അപ്പോയിൻമെൻറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ 1 പേജോ 1.5 പേജൊന്നുമല്ല. അതിൻ്റെ അത് ഒത്തിരി ഡൂസ് ആൻഡ് ഡോൺസ് ആണ്. അതിലൊന്നാണ് നമ്മുടെ ഈ കോൺഫിഡൻഷ്യാലിറ്റി. അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് പറഞ്ഞാൽ ഈ വിൽ നോട്ട് ബി അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഈ കട്ടുറപ്പോട് കൂടി ചെയ്തില്ലെങ്കിൽ ബന്ധുക്കളാകുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളുണ്ടാവും. ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായി ഇല്ലാണ്ടായ കമ്പനീസ് ഒത്തിരി പേരുണ്ട്, ഒത്തിരി സ്ഥലങ്ങളുണ്ട്. കാരണം ഈ ബന്ധുക്കളും വളർന്നു വരും, ഇവരുടെ മക്കളും വളർന്നു വരും. അപ്പോൾ അതിൻ്റെ അകത്തൊരു അതോറിറ്റിയുടെ, ഓണർഷിപ്പിൻ്റെ, ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ വരും. ഓൾറെഡി അപ്പോഴത്തേക്കും ബന്ധു ഒരു ലെവലിൽ എത്തിക്കാണും. അന്നേരമായിരിക്കും പ്രായം കുറഞ്ഞ മോൻ ഇവിടെ ജോയിൻ ചെയ്യാൻ തന്നെ. ചുരുക്കി പറഞ്ഞാൽ ഈ കാര്യങ്ങൾ വളരെ പ്ലാൻഡായിട്ട്, ഈ കാര്യങ്ങൾ നല്ല ഏത് കാര്യവും ബിസിനസ്സിൽ പ്ലാൻഡായിട്ട് ചെയ്തില്ല എങ്കിൽ ഒരു ദിവസം ഇതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. തൽക്കാലത്തേക്ക് നമ്മൾ കണ്ണടച്ച് വിട്ടാലും ഒരു ദിവസം ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ വില വളരെ വലുതായിരിക്കും.